അതിസുന്ദരമായ ഭാഷയിൽ എഴുതി കുറിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് അറിയില്ലായിരുന്നു. ഞാൻ ഈ പുസ്തകം അത്ഭുതത്തോടെയാണ് വായിച്ചത്. ഒരുപാട് വലിപ്പമുണ്ടല്ലോ, എങ്ങനെ വായിച്ചു തീരും എന്ന ആശങ്കയോടെയാണ് വായിച്ചു തുടങ്ങിയെങ്കിലും ഇത് പുസ്തകം, ഇത് നോവലാണോ ചരിത്രമാണോ അതോ ഒരു ഫിലോസഫി ആണോ എന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ആശയക്കുഴപ്പം എനിക്കുണ്ടായി. ഈ ചരിത്രം കൃത്യം കാലാനുസൃതമായി തന്നെ വ്യക്തമാക്കി പോകുമ്പോൾ ഒരിക്കൽ കൂടി മറിച്ചു നോക്കാൻ തോന്നും, ഇത് നോവലാണോ അതോ മനുഷ്യനെ ത്രില്ലടിപ്പിക്കുന്ന ഒരു ചരിത്രമാണോ. അത്ര സുന്ദരം. ഈ കഥാപാത്രങ്ങൾ നോക്കൂ. നമ്മളൊരു വൈദികനെ കാണുമ്പോൾ, ഒരു വൈദികന്റെ എഴുത്ത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് തീർച്ചയായും ഒരു ക്രൈസ്തവ പശ്ചാത്തലമുണ്ടാവും, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ഫിലോസഫി ഉണ്ടാവുമെന്ന്. എഴുത്തെന്ന് പറയുന്നത്, സാഹിത്യം എന്ന് പറയുന്നതിൽ അവിടെ ആത്മീയതയല്ല, അവിടെ ഒരു വൈദികനല്ല, അതിനപ്പുറത്തേക്കുള്ള ഒരു എഴുത്തുകാരനായി മാറുന്ന അത്ഭുത പ്രതിഭാസമായി തിരിച്ചറിയണം. അതുകൊണ്ടാണ് ജിജോ പറഞ്ഞത് ഈ 60 വയസ്സ് വരെ അച്ഛൻ എവിടെയായിരുന്നു എന്ന്.